ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ആവേശകരവും പ്രധാനപ്പെട്ടതുമായ ഒരു വിഷയമാണ്. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഇന്ത്യയുടെ ഡബിൾ ഫിഷ് ഹൂക്ക് തന്ത്രത്തെ പറ്റി ഒന്ന് വിശദമായി ചർച്ച ചെയ്യാം. ഈ തന്ത്രത്തിലൂടെ ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ വർദ്ധിച്ചു വരുന്ന ചൈനീസ് സ്വാധീനത്തെ എങ്ങനെ ഇന്ത്യക്ക് പ്രതിരോധിക്കാൻ കഴിയുമെന്നും നമുക്കൊന്ന് നോക്കാം. ബെൽറ്റ് ആൻഡ് റോഡ് സംരംഭത്തിലൂടെയും ആധുനിക സിൽക്ക് റൂട്ട് സംരംഭത്തിലൂടെയും ചൈന 4 വശത്തു നിന്നും ഇന്ത്യയെ വളയാൻ ശ്രമിക്കുകയാണ്. ഈ തന്ത്രത്തെ പിന്തുടർന്ന് ചൈന ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലെ നാവിക സാന്നിധ്യം ഗണ്യമായി വർദ്ധിപ്പിച്ചു. 21ാം നൂറ്റാണ്ട് ഏഷ്യയുടെ നൂറ്റാണ്ടായിരിക്കുമെന്നാണ് പറയപ്പെടുന്നത്. ലോക വ്യാപാരത്തിന്റെ വലിയൊരു ഭാഗം ഇന്ത്യൻ മഹാസമുദ്രത്തിലൂടെയാണ് കടന്നു പോകുന്നത് എന്നതുകൊണ്ട് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ആധിപത്യം പുലർത്തുന്ന രാജ്യത്തിന് ലോകത്ത് ആധിപത്യം സ്ഥാപിക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ചൈനയുടെ ആധിപത്യത്തിന്റെ തീവ്രത വ്യക്തമായി ചിത്രീകരിക്കുന്ന നിരവധി താവളങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി ഹോൺ ഓഫ് ആഫ്രിക്കയിലെ ജിബൂട്ടി താവളത്തിൽ ചൈന തങ്ങളുടെ ഉദ്യോഗസ്ഥരെ വിന്യസിക്കുന്നത് വർദ്ധിപ്പിച്ചിരുന്നു. ഇതിനു പുറമെ ഇന്ത്യൻ തീരത്തു നിന്നും 600 കിലോമീറ്റർ അകലെയുള്ള മാലിദ്വീപ് ദ്വീപുകളിലൊന്നായ ഫെയ്ദു ഫിനോൽഹു ദ്വീപ് ചൈന കൈയടക്കിയിരുന്നു. കൂടാതെ ഹമ്പന്തോട്ട, ഗ്വാദർ തുറമുഖങ്ങളിലെ ചൈനീസ് നാവിക താവളങ്ങളും ഇന്ത്യയെ ആശങ്കപ്പെടുത്തുന്നുണ്ട്. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ചൈനയുടെ ഈ സാന്നിധ്യം ചെറുക്കുന്നതിനായി ഇന്ത്യൻ നാവികസേന ഒരു തന്ത്രപരമായ പദ്ധതിക്കായി നിലവിൽ പ്രവർത്തിക്കുകയാണ്. ഇതിനെ നിലവിൽ ഡബിൾ ഫിഷ് ഹൂക്ക് തന്ത്രമെന്ന് വിളിക്കപ്പെടുന്നു. അതായത് കിഴക്കും പടിഞ്ഞാറുമായി ചൈനയ്ക്കെതിരെ ഇന്ത്യ 2 ചൂണ്ടകൾ വീശുകയാണ്. ഇവയെപ്പറ്റി നമുക്കൊന്ന് വിശദമായി ചർച്ച ചെയ്യാം. ജപ്പാൻ, അമേരിക്ക, ഓസ്ട്രേലിയ എന്നീ ക്വാഡ് രാജ്യങ്ങളുമായുള്ള സഹകരണവും ഇടപഴകലും വൻതോതിൽ വർദ്ധിപ്പിക്കുകയാണ് ഇന്ത്യ ആദ്യം ചെയ്തത്. ഈ രാജ്യങ്ങൾക്കെല്ലാം വളരെ ശക്തമായ നാവികസേനയുണ്ട് എന്നതാണ് ഒന്നാമത്തെ കാരണം. കൂടാതെ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഈ രാജ്യങ്ങൾക്കെല്ലാം ഒരേ താൽപ്പര്യങ്ങളും ഒരേ ലക്ഷ്യങ്ങളുമാണ്. ഏതാനും വർഷങ്ങളായി ഇന്ത്യൻ മഹാസമുദ്രത്തിലെ മറ്റ് രാജ്യങ്ങളുമായുള്ള പ്രതിരോധ ഇടപെടലുകൾ ഇന്ത്യ അതിവേഗം വർദ്ധിപ്പിച്ചു വരികയാണ്. കിഴക്കൻ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഇന്തോനേഷ്യയും ഓസ്ട്രേലിയയുമാണ് ഇന്ത്യയുടെ പ്രധാന പങ്കാളികൾ. പടിഞ്ഞാറൻ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ദ്വീപ് രാഷ്ട്രങ്ങളായ മൗറീഷ്യസ്, സെഷൽസ്, മഡഗാസ്കർ എന്നിവയ്ക്കൊപ്പം ഇന്ത്യൻ മഹാസമുദ്രത്തിൽ വ്യാപിച്ചു കിടക്കുന്ന ഫ്രഞ്ച് പ്രദേശങ്ങൾ എന്നിവയുമായുള്ള ബന്ധവും ഇന്ത്യ ശക്തിപ്പെടുത്തി. ആഫ്രിക്കൻ ഇന്ത്യൻ മഹാസമുദ്ര രാഷ്ട്രങ്ങളായ കൊമോറോസ്, മഡഗാസ്കർ, മൗറീഷ്യസ്, ഫ്രാൻസിന്റെ ഒരു വിദേശ പ്രദേശമായ റിയൂണിയൻ, സെഷൽസ് എന്നിവയുമായി ബന്ധിപ്പിക്കുന്ന ഒരു ഇന്റർ ഗവൺമെന്റൽ സംഘടനയാണ് ഇന്ത്യൻ മഹാസമുദ്ര കമ്മീഷൻ. 2020 മാർച്ചിൽ ഫ്രാൻസിന്റെ പിന്തുണയോടെ ഇന്ത്യൻ മഹാസമുദ്ര കമ്മീഷന്റെ നിരീക്ഷകാംഗമായി ഇന്ത്യ മാറിയിരുന്നു. ഈ കമ്മീഷനിലെ അംഗങ്ങളുമായി കൂടുതൽ ശക്തമായ ബന്ധം വളർത്തിയെടുക്കാൻ ഇത് ഇന്ത്യയെ സഹായിച്ചു പോരുന്നു. ഇനി നമുക്ക് ഇന്ത്യയുടെ ഡബിൾ ഫിഷ് ഹൂക്ക് തന്ത്രത്തിലെ കിഴക്കൻ ഫിഷ് ഹൂക്ക് തന്ത്രത്തെ പറ്റി ഒന്ന് വിശദമായി നോക്കാം. ഇന്ത്യയുടെ ഈ കിഴക്കൻ ഫിഷ് ഹൂക്ക് തന്ത്രം ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ കിഴക്കൻ ഭാഗത്തുള്ള 3 പ്രദേശങ്ങളെ ആശ്രയിച്ചാണ് നിലനിൽക്കുന്നത്. ഒന്നാമതായി ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ. കിഴക്കൻ ഫിഷ് ഹൂക്കിന്റെ മുനകളാണ് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ. ഫിഷ് ഹൂക്ക് തന്ത്രത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകവും ഈ ദ്വീപസമൂഹമാണ്. ചൈനീസ് നാവികസേനയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാന സ്ഥലമായ മലാക്ക കടലിടുക്കിനോടുള്ള ഈ ദ്വീപിന്റെ സാമീപ്യം ഇന്ത്യക്ക് തന്ത്രപരമായി വളരെ പ്രധാനപ്പെട്ടതാണ്. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലെ എയർ സ്ട്രിപ്പായ INS ബാസ് ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലെ 3ാമത്തെ വിമാനവാഹിനി കപ്പലായാണ് നിലവിൽ പ്രവർത്തിച്ചു പോരുന്നത്. ബ്രഹ്മോസ് ആന്റി ഷിപ്പ് മിസൈലുകൾ ഘടിപ്പിച്ച സുഖോയ് 30 MG അണിനിരക്കുന്ന എയർ സ്ട്രിപ്പ് ചൈനയുടെ പേടി സ്വപ്നങ്ങളിലൊന്നാണ്. INS ബാസിന് പുറമെ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളുടെ നവീകരണവും ഇന്ത്യൻ സർക്കാർ നിലവിൽ ആരംഭിച്ചിരിക്കുകയാണ്. സമുദ്ര നിരീക്ഷണ വിമാനത്തിന്റെ ലാൻഡിംഗ് സുഗമമാക്കുന്നതിന് ലാൻഡിംഗ് സ്ട്രിപ്പുകൾ, ജെട്ടി വികസിപ്പിക്കൽ, ആഴക്കടൽ തുറമുഖം എന്നിവയുടെ നിർമ്മാണം ഈ നവീകരണത്തിൽ ഉൾപ്പെടുന്നു. രണ്ടാമതായി കോക്കോ ദ്വീപ്. 2020 ജൂണിൽ ഇന്ത്യ ഓസ്ട്രേലിയയുമായി മ്യൂച്വൽ ലോജിസ്റ്റിക് സപ്പോർട്ട് കരാറിൽ ഒപ്പുവെച്ചു. ഇത് അമേരിക്കയുമായി ഒപ്പുവെച്ച LEMOയ്ക്ക് സമാനമായിരുന്നു. ദ്വീപ് സൗകര്യങ്ങൾ ഉപയോഗിച്ച് ഇരു രാജ്യങ്ങളും ഏറ്റെടുക്കുന്ന സമുദ്ര രഹസ്യാന്വേഷണ ദൗത്യങ്ങൾക്ക് ഈ കരാർ പിന്തുണ നൽകും. അത്തരമൊരു ലോജിസ്റ്റിക് ക്രമീകരണത്തിനുള്ള ദ്വീപുകൾ ഇന്ത്യയുടെ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളും ഓസ്ട്രേലിയയുടെ കോക്കോ ദ്വീപുകളുമാണ്. ഇത്തരത്തിലുള്ള പരസ്പര ലോജിസ്റ്റിക് പിന്തുണ കരാർ ഇരു രാജ്യങ്ങളുടെയും നിരീക്ഷണവും നിരീക്ഷണ പ്രവർത്തനങ്ങളും വർദ്ധിപ്പിക്കുന്നു. മൂന്നാമതായി സബാങ് തുറമുഖം. ഓസ്ട്രേലിയയ്ക്ക് പുറമെ സബാങ് തുറമുഖത്ത് സിവിലിയൻ സൈനിക അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിനായി ഇന്ത്യ ഇന്തോനേഷ്യയുമായി ഒരു കരാർ ഒപ്പിട്ടു. 2020 ജൂലൈ 27 ഇന്ത്യയും ഇന്തോനേഷ്യയും തമ്മിലുള്ള പ്രതിരോധ മന്ത്രിമാരുടെ സംഭാഷണം ന്യൂഡൽഹിയിൽ നടന്നിരുന്നു. ഈ യോഗത്തിൽ പ്രതിരോധ സഹകരണ മന്ത്രിമാർ പ്രതിരോധ സഹകരണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യുകയും പരസ്പരം പ്രതിരോധ സംഭരണങ്ങളിലുള്ള നിക്ഷേപം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. അതോടൊപ്പം ലോജിസ്റ്റിക്കൽ പിന്തുണ നൽകുന്നതിന് സഹായിക്കുമെന്ന് ഇരു രാജ്യങ്ങളും പരസ്പരം ഉറപ്പു നൽകുകയും ചെയ്തു.
ഇന്ത്യക്കും ഇന്തോനേഷ്യയ്ക്കും ചൈനയെക്കുറിച്ച് സമാനമായ ചിന്തകളാണുള്ളത്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ചൈനീസ് നാവികസേന ദക്ഷിണ ചൈന കടലിലെ ഇന്തോനേഷ്യയും മറ്റ് ചെറിയ ദ്വീപ് രാഷ്ട്രങ്ങളെയും ഉപദ്രവിച്ചു പോരുകയാണ്. ഇതിനെതിരെ കൈകോർക്കാനാണ് ഇന്ത്യയുടെ ഈ തന്ത്രത്തിലൂടെയുള്ള നിലവിലെ ശ്രമം. കൂടാതെ ഈ തന്ത്രത്തിന്റെ ഒരു സുപ്രധാന നീക്കമാണ് ബ്രഹ്മോസ് ഫിലിപ്പൈൻസിലേക്ക് കയറ്റുമതി ചെയ്യുന്നത്. ഇനി നമുക്ക് ഡബിൾ ഫിഷ് ഹൂക്ക് തന്ത്രത്തിലെ പടിഞ്ഞാറൻ ഫിഷ് ഹൂക്ക് തന്ത്രം ഒന്ന് പരിശോധിക്കാൻ ശ്രമിക്കാം. ഒന്നാമതായി ദുഃഖം തുറമുഖം ഒമാൻ. പടിഞ്ഞാറൻ ഫിഷ് ഹൂക്ക് തന്ത്രം ആരംഭിക്കുന്നത് ഒമാനിലെ ദുഃഖം തുറമുഖത്ത് നിന്നാണ്. ഈ തുറമുഖവുമായി ബന്ധപ്പെട്ട് ഇന്ത്യ മാരിടൈം ട്രാൻസ്പോർട്ട് കരാറിൽ ഏർപ്പെടുകയും ഇന്ത്യൻ നാവികസേനയ്ക്ക് ഇവിടേക്കുള്ള പ്രവേശന സൗകര്യം നേടുകയും ചെയ്തു. ഇതുകൂടാതെ ഹോൺ ഓഫ് ആഫ്രിക്കയിൽ ലോജിസ്റ്റിക് പിന്തുണ നേടുന്നതിനായി ജിബൂട്ടിയുമായി കരാർ ഉണ്ടാക്കുന്നതിനായി ഇന്ത്യ നിലവിൽ ശ്രമിച്ചു വരികയാണ്. രണ്ടാമതായി ദ്വീപ് രാഷ്ട്രങ്ങൾ. ദ്വീപ് രാഷ്ട്രങ്ങളായ മൗറീഷ്യസ്, സെഷൽസ്, മഡഗാസ്കർ എന്നിവയുമായി ഇന്ത്യ ഇടപഴകൽ വർദ്ധിപ്പിച്ചു. തീരദേശ റഡാർ സംവിധാനങ്ങളും കുറച്ച് അതിവേഗ ആക്രമണായുധങ്ങളും നൽകിക്കൊണ്ടും കപ്പലുകളുടെ പരിശീലനത്തിലൂടെയും സന്ദർശനത്തിലൂടെയും ഇന്ത്യ ഈ രാജ്യങ്ങൾക്ക് പിന്തുണയും സഹായങ്ങളും നൽകുന്നു. മൂന്നാമതായി റീയൂണിയൻ ദ്വീപ്. ഒരു ഫ്രഞ്ച് മേൽനോട്ട പ്രദേശമാണ് റീയൂണിയൻ ദ്വീപ് എന്നത്. ഇന്ത്യയും ഫ്രാൻസും തമ്മിൽ ആഴത്തിലുള്ള സൈനിക സുരക്ഷാ സഹകരണമുണ്ട്. ഫ്രഞ്ച് പിന്തുണയിലൂടെ 2020 ഇന്ത്യ ഇന്ത്യൻ മഹാസമുദ്ര കമ്മീഷനിൽ പ്രവേശിച്ചിരുന്നു. കൂടാതെ ഇന്ത്യയുമായി റീയൂണിയൻ ദ്വീപുകളിൽ നിന്നും സംയുക്ത പെട്രോൾ നടത്താനും ഫ്രാൻസിന് താൽപ്പര്യമുണ്ട്. നാലാമതായി ഡീഗോ ഗാർഷ്യ. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഒരു പ്രധാന അമേരിക്കൻ നേവി താവളമാണ് ഡീഗോ ഗാർഷ്യ എന്നത്. ലെമോ കരാറിന് കീഴിൽ ഇന്ത്യക്ക് നിലവിൽ ഡീഗോ ഗാർഷ്യ ബേസിലേക്ക് പ്രവേശനം അനുവദിച്ചിട്ടുണ്ട്. ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ മധ്യത്തിലായാണ് ഈ നേവി ബേസ് സ്ഥിതി ചെയ്യുന്നത്. കൂടാതെ ഇവിടെയാണ് 2 ഫിഷ് ഹൂക്കുകളും കണ്ടുമുട്ടുന്നത് എന്നതും ശ്രദ്ധേയമാണ്. ചൈനയുടെ സ്ട്രിംഗ് ഓഫ് പേൾസ് തന്ത്രത്തെ പ്രതിരോധിക്കാൻ ഈ ഡബിൾ ഫിഷ് ഹൂക്ക് തന്ത്രം ഇന്ത്യയെ സഹായിക്കുമെന്ന് കരുതപ്പെടുന്നു. സംഘർഷമുണ്ടാകുന്ന സമയങ്ങളിൽ ചൈനയ്ക്കെതിരെ നാവിക ഉപരോധം സൃഷ്ടിക്കാൻ ഇത് ഇന്ത്യയെ സഹായിക്കും. അങ്ങനെ എല്ലാ സൗഹൃദ രാജ്യങ്ങളുമായി ചേർന്ന്, പ്രത്യേകിച്ച് ക്വാഡിനൊപ്പം ചേർന്ന് ഇന്ത്യൻ നാവികസേനയ്ക്ക് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ചൈനീസ് നാവികസേനയുടെ സാന്നിധ്യത്തെ നിഷ്പ്രയാസം നേരിടാൻ കഴിയും.